ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. SSLC ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിന്റെ ലെറ്റസ്റ്റ് എസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് ഒരു നോട്ട്ബുക്കും എടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഓരോ ചോദ്യം നോക്കിയിട്ട് അതിന്റെ സൊല്യൂഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. കാരണം നിങ്ങളുടെ SSLC പരീക്ഷയ്ക്ക് ലെറ്റസ്റ്റ് എസ്എസിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലെറ്റസ്റ്റ് എസ്എസ് പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു വർക്ക് കൂടി നിങ്ങൾ ചെയ്തിട്ട് പഠിച്ചു മുമ്പോട്ട് പോവുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം അല്ലേ. സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. ശരിയാണോ? ഇല്ല, തെറ്റാണ് അല്ലേ. സൗണ്ടും ലൈറ്റും എന്തല്ല, ട്രാൻസ്വേഴ്സ് വേവ് അല്ല. അപ്പൊ നമുക്ക് തെറ്റിടാം. ഓക്കെ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അതും തെറ്റല്ലേടാ. യെസ്, തെറ്റാണ്. ഇനി അടുത്തത്, സൗണ്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. അത് കറക്റ്റ് അല്ലേ? യെസ്, സൗണ്ട് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, ലൈറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടി. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അവർ ചോദിച്ചത്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടി. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ സി ആണ് കേട്ടോ. ഓപ്ഷൻ നമ്പർ സി ആണ്. ഓക്കെ, ഓപ്ഷൻ നമ്പർ സി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ കാൽക്കുലേഷൻ ആണ്. ദ അപ്പർ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ദാറ്റ് എ ബാറ്റ് ക്യാൻ ഹിയർ ഈസ് 120 kHz. ഈ യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, കിലോ ഹെർട്സ് ആണ്. ഇഫ് സോ, വാട്ട് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് ഓഫ് ദ സൗണ്ട് ഇറ്റ് ക്യാൻ ഹിയർ? കൺസിഡർ ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് ആസ് 350 m/s. എടാ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കണം കൃത്യമായിട്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പർ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? അപ്പർ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി എത്ര കൊടുത്തിട്ടുണ്ട്? 120 kHz. അപ്പോൾ നമുക്ക് എഴുതാം, ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 120 kHz എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, 120 kHz. ഈ 120 kHz നമുക്ക് ഹേർട്സിലേക്ക് മാറ്റണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് kHz-ലാണല്ലോ നൽകിയിരിക്കുന്നത്. ഈ kHz-ൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഹേർട്സിലേക്ക് മാറ്റണം. എന്ന് പറഞ്ഞാൽ kHz-നെ ഹേർട്സിലേക്ക് മാറ്റാനായിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? യെസ്, നിങ്ങൾക്കറിയാം, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് കിട്ടും എത്ര? യെസ്, 120 ഇട്ടിട്ട് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഹേർട്സ് നമുക്ക് കിട്ടും. ഓക്കെ, റെഡി. ഇനി നമുക്ക് ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് അഥവാ ലാംഡയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ലാംഡ കാണാനായിട്ട് നിങ്ങൾ ഓൾറെഡി ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതായത് വെലോസിറ്റി കാണാനായിട്ടുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? V = F ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, V = F ലാംഡ നമ്മൾ ഓഫ്ലൈനിലായിട്ട് പറഞ്ഞതാണ്. V = F ലാംഡ എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാംഡയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേവ് ലെങ്ത് ലാംഡയെ ഇവിടെ നിർത്തിയിട്ട് ഈ എഫിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് എന്താണ് കിട്ടുക? യെസ്, ഇക്വേഷൻ കിട്ടും ലാംഡ = V/F എന്ന് കിട്ടും. ഓക്കെ, ലാംഡ = V/F. അപ്പോൾ വിയുടെ വാല്യൂ ഒരു ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. വിയുടെ വാല്യൂ 350 m/s ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 350 യെസ് 1,20,000. ഓക്കെ, 20,000. അപ്പോൾ 0 കട്ട് ചെയ്ത് പോയി. പിന്നെ നമ്മളിത് കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ എത്ര തവണ പോകും? യെസ്, ഈ 120 35 നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. യെസ്, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.0029 മീറ്റർ എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത്രയും വലിയ വാല്യൂസ് ഒന്നും വരില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇത്രയും ടഫ് വാല്യൂസ് നിങ്ങൾക്ക് വരില്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആയിരിക്കും. സോ 0.0029 മീറ്റർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഗ്രാഫിക് ഇല്ലസ്ട്രേഷൻ ഓഫ് 2 വേവ്സ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 3.2 m/s ഈസ് ഗിവൺ. അതായത് ഈ 2 വേവ്സും ട്രാവൽ ചെയ്യുന്ന സ്പീഡ് നൽകിയിട്ടുണ്ട് 3.2 m/s ആണ്. അവരുടെ വേഗത നൽകിയിട്ടുണ്ട് 3.2 m/s ആണ്. ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി, ടൈം പീരീഡ്, വേവ് ലെങ്ത്. എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? യെസ്, ആവൃത്തി, സമയം, അതുപോലെ വേവ് ലെങ്ത്. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചിത്രം എടുക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഫിഗർ എടുക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണേ മക്കളെ. ഇവിടെ ആദ്യത്തെ ഫിഗർ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു വേവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോഴറിയാം ഇങ്ങനെയാണ് നമ്മൾ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി അടുത്ത വേവ് എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഇനി അടുത്ത വേവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഒരു വേവിനെടുത്ത സമയം നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 8-ലാണ് അവസാനിച്ചത് അല്ലേ. ഒരു വേവിനെടുത്ത സമയം 0-ൽ നിന്ന് 8 വരെയാണ്. അതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് ഫിഗറിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഓക്കെ, ആദ്യത്തെ ചിത്രം എടുക്കുന്ന സമയത്ത് ഇവിടെ ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് എന്താണ്? 8 സെക്കൻഡ് ആണ്. ഓക്കെ, 8 സെക്കൻഡ് ആണ്, 8 സെക്കൻഡ്സ് ആണ്. ടൈം പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഫ്രീക്വൻസി നമുക്കറിയാം, ഫ്രീക്വൻസി അഥവാ ആവൃത്തി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആവൃത്തി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ് അല്ലെ, 1/t ആണ്. അപ്പോൾ 1/t എന്ന് പറഞ്ഞാൽ 1/8 ആണ്. കാരണം ടിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 8 സെക്കൻഡ് ആണ്. ഈ ടിയുടെ വാല്യൂക്ക് പകരം എന്ത് കൊടുത്തു? 8 എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ 1/8. അപ്പോൾ നമുക്ക് കിട്ടിയാലോ, ഫ്രീക്വൻസി കിട്ടി, 1/8 എന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മുടെ അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് എന്തൊക്കെയായിരുന്നു? ഫ്രീക്വൻസി കണ്ടുപിടിച്ചു, അതുപോലെ ടൈം പീരീഡ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് വേവ് ലെങ്ത് ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു v/f എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ലാംഡ ഈക്വൽ ടു v/f. എല്ലാ ഇക്വേഷൻസും റിലേറ്റഡ് ആണ് ലാംഡ ഈക്വൽ ടു v/f അല്ലെങ്കിൽ v ഈക്വൽ ടു എഫ് ലാംഡ. ആ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ വിയുടെ വാല്യൂ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് 3.2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3.2 ബൈ ഫ്രീക്വൻസി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു 1/8. അത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 1/8. എടാ, ഈ 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8 എന്ത് ചെയ്യുന്നറിയോ? മുകളിലേക്ക് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് പോകും. ഓക്കെ, അതായത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ നമുക്ക് കിട്ടുന്നത് 3.2 × 8 എന്ന് നമുക്ക് കിട്ടും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25.6 മീറ്റർ എന്നാണ്. ഓക്കെ, 25.6 മീറ്റർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ അതെല്ലാവരും എഴുതിയെടുക്കുക. സമയം അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, 8 സെക്കൻഡ് ആണ്. ടൈം പീരീഡ് 8 സെക്കൻഡ് ആണ്. അതുപോലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/8 ആണ്. അതുപോലെ തന്നെ ലാംഡ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 25.6 മീറ്റർ ആണ്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് ഫിഗർ. ആദ്യത്തെ ചിത്രത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ വേവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ വേവ് നമ്മൾ നോക്കുന്ന സമയത്ത് മക്കളെ ഇവിടെ ശ്രദ്ധിക്കടാ. രണ്ടാമത്തെ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോക്കുക. ഓക്കെ, രണ്ടാമത്തെ വേവ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ എന്ത്? ഒരു വേവ് അല്ലേ, ഇതാണ് ഒരു വേവ്. അപ്പോൾ ഒരു വേവ് എന്ന് പറയുമ്പോൾ ഒരു വേവിനെടുത്ത സമയം നിങ്ങൾ നോക്കിക്കേ. യെസ്, ഇവിടെ നോക്കുന്ന സമയത്ത് ഇതാണ് ഒരു വേവ്. ഇവിടെ 0-ൽ നിന്ന് തുടങ്ങി 1-ലാണ് അവസാനിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ സമയം അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് എന്താണ്? 1 സെക്കൻഡാണ്. ഓക്കെ, 1 സെക്കൻഡാണ്. 1 സെക്കൻഡ് എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. റെഡി? യെസ്. അപ്പോൾ ടൈം നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി അഥവാ ആവൃത്തിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി എഫ് എന്ന് പറഞ്ഞാൽ 1/t ആണ്. 1/t എന്ന് പറഞ്ഞാൽ 1/1 ആണ്. കാരണം ഇവിടെ ടൈം എന്ന് പറയുന്നത് 1 തന്നെയല്ലേ. അപ്പോൾ ടിക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? 1 കൊടുത്തു. അപ്പോൾ 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 ഹേർട്സ് ആണ് കേട്ടോ. 1 ഹേർട്സ് ഫ്രീക്വൻസി വരും. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി നമുക്ക് 1 ഹേർട്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ അല്ലെ. ലാംഡ ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു, ലാംഡ ഈക്വൽ ടു v/f. ലാംഡ ഈക്വൽ ടു v/f. അപ്പോൾ വിയുടെ വാല്യൂ നമുക്കറിയാം. വിയുടെ വാല്യൂ ഒരു ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണ്? 3.2 അല്ലേ. 3.2 ബൈ ഫ്രീക്വൻസി നമുക്ക് ഇപ്പോൾ കിട്ടി. ഫ്രീക്വൻസി നമുക്ക് കിട്ടിക്കഴിഞ്ഞു 1 ഹേർട്സ് ആണ്. അപ്പോൾ 3.2/1 എന്ന് പറഞ്ഞാൽ 3.2 തന്നെ. അപ്പോൾ 3.2 മീറ്റർ, 3.2 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. സമയമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ആ സമയത്തിൽ നിന്ന് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഈ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? യെസ്, വേവ് ലെങ്ത് അഥവാ ലാംഡ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ കാണുക. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ആ കുട്ടികൾ കൃത്യമായിട്ട് കാണുക കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ, എ വേവ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 2 kHz ആൻഡ് എ വേവ് ലെങ്ത് 35 cm. ഹൗ ഫാർ ഡസ് ദിസ് വേവ് ട്രാവൽ ഇൻ 0.5 സെക്കൻഡ്? അതായത് മക്കളെ, ഫ്രീക്വൻസി നൽകിയിട്ടുണ്ട്, വേവ് ലെങ്ത് നൽകിയിട്ടുണ്ട്, അതിൻ്റെ സമയവും നൽകിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു വേവ് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ്. ഓക്കെ, ഈ ഒരു തരംഗം എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ആദ്യം ഈ ഒരു ചോദ്യത്തിൽ നൽകിയിട്ടുള്ള ഡാറ്റകളൊക്കെ നിങ്ങളുടെ പേപ്പറിലേക്ക് പകർത്തുക. ഓക്കെ, ഫ്രീക്വൻസി നൽകിയിട്ടുണ്ട് എന്ത്? 2 kHz
അല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കിലോ ഹേർട്സിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതിനെ ഹേർട്സിലേക്ക് മാറ്റണം. ഈ ഹേർട്സിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ കിലോ ഹേർട്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് ഗുണിക്കണം അല്ലേ? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും, എന്ത് കിട്ടും? 2000 ഹേർട്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. 2000 ഹേർട്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും ഫ്രീക്വൻസി, അഥവാ ആവൃത്തി നമുക്ക് 2000 ഹേർട്സ് കിട്ടും. ഇനി നൽകിയിരിക്കുന്നു വേവ് ലെങ്ത് അല്ലെ. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 35 സെന്റിമീറ്റർ ആണ്. വേവ് ലെങ്ത് ലാംഡ. വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് 35 സെന്റിമീറ്റർ എന്ന് നൽകിയിരിക്കുന്നു. ഈ സെന്റിമീറ്ററിൽ നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. സെന്റിമീറ്ററിൽ യൂണിറ്റ് പ്രശ്നം വരുന്നതുകൊണ്ട് നമുക്കത് മീറ്ററിലേക്ക് മാറ്റണം. മീറ്ററിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഹരിക്കേണ്ടി വരും? 100 കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഹരിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 0.35 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. 0.35 മീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മുടെ അടുത്ത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ടൈം പീരീഡ് അല്ലെ, സമയം നൽകിയിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് എന്താണ്? 0.5 സെക്കൻഡ് ആണ്. ഓക്കെ, 0.5 സെക്കൻഡ് നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്, ഹൗ ഫാർ ഡസ് ദിസ് വേവ് ട്രാവൽ ഇൻ 0.5 സെക്കൻഡ്? ഈ ഒരു വേവ് എത്ര ദൂരം സഞ്ചരിച്ചു, അഥവാ അതിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദൂരമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ദൂരം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി ഇൻറ്റു സമയം അല്ലേ? ഇതാണല്ലോ നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള ഇക്വേഷൻ. ദൂരം എന്ന് പറഞ്ഞാൽ വേഗത ഇൻറ്റു സമയം എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേഗത കണ്ടുപിടിക്കണം, അതായത് വെലോസിറ്റി കണ്ടുപിടിക്കണം. സമയം നമുക്ക് ഇവിടെ ഈ ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്, സമയം 0.5 സെക്കൻഡ് ആണ്. നമുക്ക് വേവ് ലെങ്ത് നൽകിയിട്ടുണ്ട് അല്ലേ? വേവ് ലെങ്ത്തും ഫ്രീക്വൻസി ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് വി കണ്ടുപിടിക്കാമല്ലോ. യെസ്, ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ വി ഈക്വൽ ടു എഫ് ലാംഡ എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചോളൂ. വി എന്ന് പറഞ്ഞാൽ എഫ് ലാംഡ. ഇവിടെ വി എന്ന് പറഞ്ഞാൽ ഈ ഒരു വേവിൻ്റെ സ്പീഡാണ്. എഫ് എന്ന് പറഞ്ഞാൽ ആവൃത്തി അഥവാ ഫ്രീക്വൻസി ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേവ് ലെങ്ത്. ഓക്കെ, വേവ് ലെങ്ത് ആണ്. റെഡി? അപ്പോൾ ഇവിടെ എഫ് ലാംഡ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഞാൻ ഇടുകയാണ്. എഫിൻ്റെ വാല്യൂ 2000 ഇൻറ്റു ലാംഡയുടെ വാല്യൂ എന്താണ്? 0.35. ഈ 0.35നെ ഞാൻ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പത്തിന്, മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ എന്ത് എഴുതുകയാണ്? ഈ 2000 ഇൻറ്റു 35/100 എന്നാണ് എഴുതുന്നത്. ഓക്കെ, കാരണം എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ എളുപ്പം ഈ ഒരു രീതിയിൽ എഴുതുന്നതാണ്. 0.35 എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടടാ? 2 സ്ഥാനമില്ലേ? അപ്പോൾ 2 സ്ഥാനം ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ 100 കൊണ്ട് എന്ത് ചെയ്യാണ്? ഹരിച്ചു അല്ലേ? അതാണല്ലോ കറക്റ്റ് അതിൻ്റെ ഡെസിമൽ പോയിന്റ്. യെസ്, അപ്പോൾ ഇവിടെ 2 സീറോസും കട്ട് ചെയ്ത് പോയി. 35 ഇൻറ്റു 20 എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എത്രയാണ്? 700 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, 700 മീറ്റർ പെർ സെക്കൻഡ്. ഇത് നമുക്ക് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടില്ല, നമുക്ക് വി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വിയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് 700 മീറ്റർ പെർ സെക്കൻഡ്. റെഡി? വിയുടെ വാല്യൂ ആണ് 700 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടിയത്. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് ഈ ഒരു വേവ് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അതായത് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഡിസ്റ്റൻസ് കാണാനായിട്ട് വെലോസിറ്റി ഇൻറ്റു സമയമാണ് ചെയ്യേണ്ടത് അല്ലേ? വെലോസിറ്റി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ് മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? യെസ്, കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കുകയാണ്, നമുക്കത് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി കിട്ടി. ഇനി അടുത്തത് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം അല്ലെ? വെലോസിറ്റി ഇൻറ്റു സമയം. അപ്പോൾ വേഗത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 700 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി സമയം നമ്മളിവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ഈ ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട് 0.5 സെക്കൻഡ്. അപ്പോൾ 0.5 എന്ന് പറഞ്ഞാലേ മക്കളെ ഇക്വേഷൻ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പത്തിന് എന്താണ്? 0.5 എന്ന് പറഞ്ഞാൽ അരയാണ്. അര എന്ന് പറഞ്ഞാൽ 1/2 തന്നെയല്ലടാ, 1/2. അപ്പോൾ ഞാനിവിടെ 2ഉം 700ഉം തമ്മിൽ കട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കളയാണ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിത് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും എന്ത്? 350 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു തരംഗം അല്ലെങ്കിൽ ഈ ഒരു വേവ് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കാണുക, കാരണം കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഈ ഒരു പ്രോബ്ലം.
ഓക്കെ, അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യെസ് നോട്ട്ബുക്ക് വെച്ച് 1, 2, 3 തവണയൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അത്രയും പൊട്ടൻഷ്യലുള്ള കുട്ടികൾ തന്നെയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക, അതെനിക്കറിയാം. സോ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ 1, 2, 3 തവണ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത്തവണത്തെ SSLC ഫിസിക്സ് ബുക്ക് കുറച്ചുകൂടി കൺസെപ്റ്റുകളും കുറച്ചും കൂടി കാൽക്കുലേഷൻസും അടങ്ങിയിട്ടുള്ളതാണ്. കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും. SSLC പരീക്ഷയും ഇതുപോലെ തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വേവ് ട്രാവൽ ചെയ്ത ദൂരം നമുക്ക് കിട്ടി 350 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ദാറ്റ് പ്രൊഡ്യൂസസ് 50 ക്രസ്റ്റ് 50 ട്രഫ് ഇൻ 0.5 സെക്കൻഡ്. അതായത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വേവ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊരു വേവ് ആണ് അല്ലേ, ഈ ഒരു വേവിൽ നിങ്ങൾക്കറിയാം ഇത് ക്രസ്റ്റും ഇത് ട്രഫുമാണ്. അപ്പോൾ ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടിയതാണ് നമുക്ക് ഒരു വേവ് എന്ന് പറയുന്നത് അല്ലേ. ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടിയാൽ ഒരു വേവ് എന്ന് പറയും. അപ്പോൾ 50 ക്രസ്റ്റും 50 ട്രഫും കൂടിയാൽ എത്ര വേവ്സ് എന്ന് പറയും? യെസ്, ഉറപ്പായിട്ടും 50 വേവ്സ് എന്ന് നമുക്ക് പറയാം. ശരിയല്ലേ? എടാ ശ്രദ്ധിക്ക്, ഒരു ക്രസ്റ്റും ഒരു ട്രഫും എന്ന് പറഞ്ഞാൽ ഒരു വേവാണ്. അപ്പോൾ 50 ക്രസ്റ്റും 50 ട്രഫും എന്ന് പറഞ്ഞാൽ 50 വേവുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വേവ്സ് നമുക്ക് ഈ ചോദ്യത്തിൽ കിട്ടി. നമ്പർ ഓഫ് വേവ്സ് അല്ലേ, അതാണ് ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. നമ്പർ ഓഫ് വേവ്സ് 50 ആണ്. 50 വേവുകളുണ്ട്. അതുപോലെ സമയം നൽകിയിട്ടുണ്ട്, ടൈം 0.5 സെക്കൻഡ്. ഓക്കെ, 0.5 സെക്കൻഡ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് വേവ്സ് അല്ലേ. നമ്പർ ഓഫ് വേവ്സ് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചോണേ. നമ്പർ ഓഫ് വേവ്സ് ബൈ സമയം അല്ലെ, എത്ര തരംഗങ്ങളുണ്ടോ അത് ബൈ സമയം അല്ലെ, തരംഗങ്ങളുടെ എണ്ണം ബൈ സമയം. ഇതാണ് എന്ത് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എത്ര തരംഗങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞോ? 50 തരംഗങ്ങളുണ്ട്. സമയം നമുക്കറിയാം 0.5 ആണ്. ഓക്കെ, ഇത് നമ്മൾ 0.5 1/2 എടുക്കുമ്പോൾ മുകളിലേക്ക് പോകും. ഇത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, 100 ഹേർട്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സെറ്റാണ്, 100 ഹേർട്സ് എന്ന് കിട്ടും കേട്ടോ. ഇത് നമുക്ക് കാൽക്കുലേഷൻ വേണമെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം, അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് 50/0.5 ഇവിടെ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് മുകളിലും താഴെയും ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ 500ഉം താഴെ 5ഉം വരും. ശരിയല്ലേ? ഇനി ഈ 500/5 നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 100 കിട്ടും. സിമ്പിളാണ്. ഓക്കെ, കാൽക്കുലേഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 100 ഹേർട്സ്. ഓക്കെ, ആവൃത്തി നമുക്ക് കിട്ടി 100 ഹേർട്സ് എന്ന് നമുക്ക് കിട്ടി. റെഡി. അടുത്ത ക്വസ്റ്റ്യനിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫറൻറ്റ് ഇൻ റിഗാർഡിംഗ് ദ വേവ്സ് ഗിവൺ ഇൻ ദ ഫിഗർ 1.3a ആൻഡ് 1.31b. 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, 2 വേവ്സ് നൽകിയിട്ടുണ്ട്. അതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫറൻറ്റ്, ഏതാണ് വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നതെന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫറൻറ്റ്, ഏതാണ് വ്യത്യസ്തമായിട്ട് കാണുന്നത്? നിങ്ങളിവിടെ നോക്കിയേ, നമുക്ക് ആദ്യം നോക്കാം ഫ്രീക്വൻസി ആണോ എന്ന് നോക്കാം കേട്ടോ. ഫ്രീക്വൻസി നോക്കാം. ഫ്രീക്വൻസി അഥവാ ആവൃത്തി നിങ്ങളിവിടെ നോക്കുമ്പോൾ അറിയാം, ഒരു വേവിന് എടുക്കുന്ന സമയം അല്ലെ, ഒരു വേവിന് എടുക്കുന്ന സമയം 4 സെക്കൻഡാണ്. ഇവിടെയും ഒരു വേവിന് എടുക്കുന്ന സമയം 4 സെക്കൻഡാണ്. അപ്പം സമയത്തിലും മാറ്റമില്ല. അപ്പം സമയത്തിൽ മാറ്റമില്ലെങ്കിൽ നമുക്ക് പറയാം ഫ്രീക്വൻസി എന്ത് തന്നെയായിരിക്കും? മാറ്റം ഉണ്ടാവില്ല. ഫ്രീക്വൻസി എപ്പോഴും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ആവൃത്തി എപ്പോഴും സെയിം ആയിരിക്കും. കാരണം ഇവിടെ എന്തിൽ മാറ്റില്ല? ഈ ഒരു തരംഗത്തിൻ്റെ സമയത്തിൽ മാറ്റില്ല. ഇനി അടുത്തത് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളറിയാം, യെസ്, ആംപ്ലിറ്റ്യൂഡ് അല്ലേ, ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് കുറച്ചുകൂടി കൂടിയ ആംപ്ലിറ്റ്യൂഡാണ്, ഇതിന് കുറച്ച് കുറവാണ് ആംപ്ലിറ്റ്യൂഡ്. കാരണം ഇവിടെ 0.05ഉം ഇവിടെ 0.03ഉം ആണ് അല്ലേ. ഇവിടെ കുറച്ച് കൂടുതലും ഇവിടെ കുറച്ച് കുറവാണ്. അപ്പോൾ എന്തിലാണ് വ്യത്യാസം വരുന്നത്? ആംപ്ലിറ്റ്യൂഡിലാണ് വ്യത്യാസം വരുന്നത് കേട്ടോ, ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ, ആംപ്ലിറ്റ്യൂഡിലാണ് എന്ത് ചെയ്യുന്നത്? മാറ്റം വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ട്രഫ്സ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഈസ് 2 മീറ്റർ. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഇഫ് ദ സ്പീഡ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ഈ ഒരു ട്രാൻസ്വേഴ്സ് വേവ്, ഞാനൊരു വേവ് വരയ്ക്കുകയാണ്. ഈ ഒരു വേവിൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കുമ്പോഴറിയാം ഒരു വേവ്, അതുപോലെ അടുത്ത വേവ്. ഈ 2 വേവുകളിൽ 2 ട്രഫ്, ഇതാണല്ലോ ട്രഫ്, ഞാൻ ഈ ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്യാൻ പോകുന്നതാണ് ട്രഫ്. ഓക്കെ, താഴത്തേക്ക് വരയ്ക്കുന്നതിനാണ് നമ്മൾ ട്രഫ് എന്ന് പറയുക. അപ്പോൾ ഈ 2 ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അവർ നൽകിയിട്ടുണ്ട്, എത്ര മീറ്റർ ആണെന്ന്? 2 മീറ്റർ ആണെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിൽ ഇൻഡയറക്ട്ലി വേവ് ലെങ്ത് ആണ് ഈ ക്വസ്റ്റ്യനിൽ എന്ത് നൽകിയിരിക്കുന്നത്? 2 മീറ്റർ നൽകിയിരിക്കുന്നത്. ഓക്കെ, വേവ് ലെങ്ത്.
ഓക്കെ, വേവ് ലെങ്ത് എന്ത് ചെയ്തിട്ടുണ്ട് 2 മീറ്റർ എന്ന് നൽകിയിട്ടുണ്ട്. 2 മീറ്റർ എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ വേവ് ലെങ്ത് 2 മീറ്റർ എന്ന് നൽകിയാൽ ഇവിടെ ഈ ചോദ്യത്തിൽ എന്തുകൂടി നൽകിയിട്ടുണ്ട്, സ്പീഡ് കൂടി നൽകിയിട്ടുണ്ട്. സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് 2 വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടി. എന്തൊക്കെ കിട്ടി? ലാംഡ കിട്ടി 2 മീറ്റർ, അതുപോലെ വെലോസിറ്റി അല്ലെ, വെലോസിറ്റി എത്ര കിട്ടി? യെസ്, 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ കണ്ടുപിടുത്തേണ്ടത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വി ഈക്വൽ ടു എഫ് ലാംഡ. അവിടെ നിന്ന് എഫ് കണ്ടുപിടിക്കണമെങ്കിൽ വി ബൈ ലാംഡ. വി ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ വിയുടെ വാല്യൂ 20, ലാംഡയുടെ വാല്യൂ 2 അല്ലെ. വിയുടെ വാല്യൂ 20, ലാംഡയുടെ വാല്യൂ 2. അപ്പോൾ 20/2 നമുക്ക് ചെയ്യുമ്പോൾ 10 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഫ്രീക്വൻസി എത്ര കിട്ടും? 10 ഹേർട്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. 10 ഹേർട്സ് എന്ന ആൻസർ കിട്ടും. റെഡി, 10 ഹേർട്സ് എന്ന ആൻസർ കിട്ടും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് 10 ഹേർട്സ് എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ സൗണ്ട് പാസസ് ത്രൂ എ മീഡിയം ഡാഷ് ട്രാവൽസ്. പാർട്ടിക്കിൾസ് ആണോ, വേവ് ആണോ, സോഴ്സ് ഓഫ് സൗണ്ട് ആണോ, മീഡിയ ആണോ? എന്താണ് നിങ്ങളുടെ ആൻസർ? യെസ്, ഉറപ്പായിട്ടും ഏതാണ് ആൻസർ വരിക? ഈ പറഞ്ഞ വേവ് ആണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. സൗണ്ട് വേവ്സ് ആണ് എന്തിലൂടെ ട്രാവൽ ചെയ്യുന്നത്? ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്നത്. സോ നമുക്ക് ഓപ്ഷൻ നമ്പർ ബി അല്ലെ, രണ്ടാമത്തെ ആൻസർ ആണ് നമുക്ക് വരിക. ദ വേവ് ആണ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2 pith balls are suspended near the 2 prongs of a tuning fork fixed on a table so as to touch the prongs. A person plays a piano sitting near the system. അതായത് ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഒരു ടേബിൾ ഉണ്ട്. ഈ ഒരു ടേബിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ട്യൂണിംഗ് ഫോർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിനടുത്ത് 2 പിത്ത് ബോളുകൾ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 2 പിത്ത് ബോളുകൾ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 പിത്ത് ബോളുകൾ തൂക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിന് തൊട്ടടുത്തിരുന്നിട്ട് ഒരാൾ എന്ത് ചെയ്യാണ്? വയലിൻ വായിക്കുകയാണ്, പിയാനോ വായിക്കുകയാണ്. വയലിനോ പിയാനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ നോട്ടുകൾ വായിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോട്ടുകൾ വായിക്കുന്ന സമയത്ത് നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദിസ് കേസ് ദ പിത്ത് ബോൾസ് മൂവ് സ്ലൈറ്റ്ലി, വാട്ട് ഈസ് ദ റീസൺ? ഈ ഒരു പിത്ത് ബോളുകൾ, അതായത് ഈ ഒരു പിയാനോ വായിക്കുമ്പോൾ ഈ പിത്ത് ബോൾസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് മൂവ് ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ കാരണം എന്താണെന്നാണ് ചോദ്യം. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഏതാണ് ആൻസർ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ. അതായത് പിയാനോ ഉപയോഗിച്ച് നമ്മൾ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ കൊടുത്തതുകൊണ്ടാണ് ഈ ഒരു പിത്ത് ബോൾ മൂവ് ചെയ്യാനായിട്ട് കാരണം. ഒരിക്കലും എക്കോ അല്ല. എക്കോ എന്തായാലും വരില്ല. അപ്പോൾ എക്കോ തെറ്റാണെന്നുള്ളത് അത് ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്, ഒരിക്കലും എക്കോ കാരണം ആ ഒരു പിത്ത് ബോൾ മൂവ് ചെയ്യില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈൽ പ്ലേയിങ് സർട്ടൻ നോട്ട്സ് ഓൺ ദ പിയാനോ ദ പിത്ത് ബോൾസ് ആർ ത്രോൺ ടു ദ മാക്സിമം ഡിസ്റ്റൻസ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ചില നോട്ടുകളൊക്കെ വായിക്കുന്ന സമയത്ത് ഈ പിത്ത് ബോൾ മാക്സിമം ദൂരത്തേക്ക് പോകും. അതായത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലൊക്കെ പോകും. അപ്പോൾ വിച്ച് ഫിനോമിനൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചിരുന്നു ഈ ഒരു വാക്കിനെ കുറിച്ച് അല്ലെ, റെസൊണൻസ് അല്ലെ, അനുനാദത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അനുനാദം കാരണമാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസൊണൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? മാക്സിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാക്സിമം ദൂരത്തേക്ക് ഈ ഒരു പിത്ത് ബോൾ തെറിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് റെസൊണൻസ് ആണ്. അപ്പോൾ ആദ്യത്തതിൻ്റെ ആൻസർ ഫോഴ്സ്ഡ് വൈബ്രേഷനും രണ്ടാമത്തതിൻ്റെ ആൻസർ റെസൊണൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ കുറച്ചുകൂടി ഹയർ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണത്തെ SSLC ഫിസിക്സിനും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഓണപരീക്ഷയ്ക്കും അങ്ങനെയുള്ള പരീക്ഷകൾക്കൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഹയർ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തിട്ട് പോകണം. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ കെമിസ്ട്രിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൂടി മാക്സിമം ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്ര ക്ലാസ്സുകളും എത്ര ചോദ്യങ്ങളും വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് തരാവുന്നതാണ്. സോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കാണാം. സോ താങ്ക് യു, ബൈ.